ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്നൊരു മുത്താറി വീഡിയോ ആയാലോ. പാറക്കുട്ടി നഴ്സറി വിട്ട് വരുമ്പോഴത്തേ നമുക്ക് കുറച്ച് മുത്താറി ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് മുത്താറി എടുത്തിട്ടുണ്ട്. മുത്താറി കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറേ കാലമായിട്ട് അവർക്ക് മുത്താറി കൊടുക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുത്താറി എടുത്തിട്ടുള്ളൂ. അത് നല്ലോണം വാഷ് ചെയ്തു. വാഷ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു 5-6 പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അതിൽ നല്ലോണം പൊടിയും കല്ലും ഉണ്ടാകും മുത്താറിയിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ലതുപോലെ വാഷ് ചെയ്തു. അതിൻ്റെ കല്ലൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു. ഇനി അത്യാവശ്യം വെള്ളം ഒഴിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല കുറച്ച് ഒഴിച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ ഒന്ന് കണ്ടിട്ട് അത് വലിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അത് അല്ലാണ്ട് ആരും തെറ്റിദ്ധരിക്കില്ലേ നിപ്പ് കണ്ടിട്ട്. അപ്പോൾ വേണ്ടേ നമ്മൾ അതിന് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ലതുപോലെ അരയണം കേട്ടോ. എന്നാൽ മാത്രം നമുക്കത് അരിച്ചെടുക്കാനാവുള്ളേ, അല്ലെങ്കിൽ പൊടി ഊറി കിട്ടില്ല കേട്ടോ. മുത്താറി അരഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പം ഞാനിത് അടിച്ചെടുത്ത് അത് തുറന്ന് നോക്കിയപ്പോഴാണ് ഗായ്സ് പറ്റിയത് മനസ്സിലായത്. അതിൽ വെള്ളം ഒഴിച്ച് ഇത്തിരി കൂട്ടിപ്പോയിരുന്നേ. അതുകൊണ്ട് മുത്താറി അത്യാവശ്യം അരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഊറ്റിയപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായി, അത് അരഞ്ഞിട്ടില്ല എന്ന് തന്നെ മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അതിന് 2 പ്രാവശ്യത്തോളം അത് അടിച്ചെടുത്തിട്ട് പിന്നെയാണ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 3 പ്രാവശ്യം അരിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൽ തരി ഉണ്ടാവും. എന്തായാലും നമ്മൾ എത്രത്തോളം അരിച്ചാലും എനിക്കൊരു ചെറുങ്ങനെ തരിങ്ങനെ ഉണ്ടാവേ. അപ്പോൾ അത് പാറക്കുട്ടി എന്തായാലും കുടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലോണം അത്യാവശ്യം ഒരു 3-4 പ്രാവശ്യം അരിക്കും കേട്ടോ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കാരണം ഇനി പൊടി നമുക്ക് അടിയിലേക്ക് ഊറി കിട്ടേണ്ട പൊടിയാണ് ആവശ്യം. അപ്പോൾ മേലുള്ള വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമുക്കത് വെള്ളം തെളിയുന്നത് വരെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലത്തെ വെള്ളം ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. പാറക്കുട്ടിനെ കൂട്ടാനുള്ള. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നാകണം കേട്ടോ. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മുത്താറിയിലെ വെള്ളം കൂറ്റിക്കളഞ്ഞു. പിന്നെ ശർക്കര കുത്തി വെച്ചു. പാൻ ചൂടായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് കൈ എടുക്കാതെ ഇളക്കേണ്ടി വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം മുത്താറി സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൈ എടുക്കാതെ ചെറിയ തീയിലാണ് ഇളക്കി കൊടുക്കുന്നത്. അത് അത്യാവശ്യം നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ മധുരമൊക്കെ ഇടട്ടെ. ഇനി ഇതിൽ വേഗം എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ലെങ്കിൽ മുത്താറിയാണ് വേഗം സെറ്റായി പോകും കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളത് മുത്താറി അത്യാവശ്യം കട്ടയായിട്ട് ഞാൻ പാലെടുക്കാൻ പോകുമ്പോഴത്തേക്ക് അത് കട്ട പിടിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പാലൊഴിച്ചിട്ട് നല്ലോണം ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തു. അല്ല നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് വാങ്ങി വെച്ചു. പിന്നെ പാറക്കുട്ടി വന്നപ്പം പാറക്കുട്ടിക്ക് അത് കഴിക്കാൻ കൊടുത്ത് അവൾ മുഴുവൻ കഴിച്ചിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.